ഞാനൊരു അംബാസഡർ കാറിനകത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. ഇപ്പോഴും റോഡ് വർത്തി ആയിട്ടുള്ള ഈ അംബാസഡർ കാർ ലീഗലി കസ്റ്റമൈസ് ചെയ്തതാണ്. അത് RC ബുക്കിൽ ഇത് എൻഡോസ് ചെയ്തതാണ്. ഇതിൻ്റെ ബോഡി എലോങ്ങേറ്റ് ചെയ്തതല്ലാതെ മെക്കാനിക്കൽ കമ്പോണൻസിനൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇത് അംബാസഡറിന് വന്ന ഇസൂസു 2 ലിറ്റർ എൻജിൻ തന്നെയാണ് ഇതിൻ്റെ എൻജിൻ. ഈ എൻജിന് ഇസൂസു നൽകിയിരിക്കുന്ന കോഡ് 4FG1 എന്നാണ്. കാണാവുന്ന ചില മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ക്യാൻവാസ് ടോപ്പാണ്. ഇതിൻ്റെ അലോയ് വീല് നോക്കിക്കഴിഞ്ഞാൽ അബിഗോയ്ക്ക് വന്ന അലോയ് വീലാണ് ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് സൈഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു ചേഞ്ച്. ശരിക്കും റിയലി കിങ് സൈസിലാണ് ഈ വാഹനം നമുക്ക് ഒരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ഇൻ്റർനാഷണൽ കാറിൻ്റെ ഒരു ലിമോസിൻ വേർഷനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ലിമോസിന് കൊടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്കിതിൻ്റെ ഓണറായ രാജേഷ് ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ അംബാസഡർ കാറിൻ്റെ ലിമോസിനെ പറ്റിയുള്ള ഇതൊന്നും പറയാമോ, അതിൻ്റെ ഹിസ്റ്ററി? ഇത് പ്രീവിയസ് ഓണർ എബ്രോഡ് ആളാണ്, UAE സെറ്റിൽഡ്. അപ്പൊ അയാൾക്ക് ഇന്ത്യയിൽ വരുമ്പോൾ എയർപോർട്ടോ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ലിമോസിനിൽ തന്നെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് ഇന്ത്യയിൽ അന്ന് ഇമ്പോർട്ട് ഇല്ല, വെളുത്ത കൊണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വെരി എക്സ്പെൻസീവ് ആണ്. അപ്പൊ അവര് എന്ത് പറയുന്ന ഒരു അംബാസഡർ ലിമോസിൻ ആക്കണം പറഞ്ഞിട്ട് ബോംബെയിൽ DC കൊണ്ടുവിട്ടതാണ്. ഇത് DC കൺവേർട്ട് ചെയ്തതാണ്. DC കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. അപ്പോ DC കൺവേർട്ട് ചെയ്തും ആ വണ്ടി അവർ കുറച്ചു കാലം ഉപയോഗിച്ചു. RC ബുക്കിലൊക്കെ എക്ഷൻ ഇടാം. നമ്മുടെ ഈ ബിഫോർ ദി ആ ഒരു ആൾട്രേഷൻ വരുന്ന മുമ്പ് ഇത് വണ്ടി ആൾട്രായി. പക്ഷെ എന്നിരുന്നാലും ഇപ്പം നമ്മുടെ കേരള RTO നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഈവൻ അലോയ് വീൽസിന് വരെ ബഹളം ഉണ്ടാക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഈ വണ്ടിയായിട്ട് റോഡിൽ കൂടെ പോയാൽ RC ബുക്കിൽ ഇത് മെൻഷൻ ആണല്ലേ? RC ബുക്കിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ ഒരു പെട്രോൾ കാർ ഡീസലായിട്ടും RC ബുക്കിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീസലായി. അപ്പൊ ഇതിന്റെ പിന്നെ ലെങ്ത്തും ഡയമെൻഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എത്ര ഇതിന്റെ ലെങ്ത് നോക്കണം. ഓക്കെ അത് ശരി. അപ്പൊ ഇത് പ്രോപ്പർ റോഡ് വർത്തിയാണ്, പാസ്സായി കഴിഞ്ഞ വണ്ടിയാണ് ആണല്ലേ? ഓക്കെ. ഇത് ഏത് മോഡലാണ്? 2004 ആണ്. 20 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. ഓക്കെ. ഇതിൽ എന്തൊക്കെയായിരിക്കും മറ്റ് ചേഞ്ചസ്? എഞ്ചിനിലൊന്നും മാറ്റിയില്ല. ഫ്രണ്ട് ടേച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് വന്ന് സ്കോപ്പിയോ ഹെഡ്ലൈറ്റ്സ്, ബമ്പേഴ്സ് സ്കോപ്പിയോ, ഗ്രില്ല് സ്കോപ്പിയോ കൊണ്ടുവന്നുണ്ട്. ബാക്കിൽ ഹോണ്ട സിറ്റിയുടെ കൊണ്ടുവന്നുണ്ട്. ടെയിൽ ലാമ്പാണ്. ബാക്കി ഈ സൈഡിൽ നിന്ന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒറിജിനൽ അംബാസഡർ തന്നെയാണ്. ഇവിടെ മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് നടുവില് എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ ഈ ഫ്രണ്ടിലെ ഈ ഒരു ഗ്ലാസിനും എന്തോ ഒരു വ്യത്യാസം. ക്വാർട്ടർ ഗ്ലാസ് ഇല്ല. ക്വാർട്ടർ ഗ്ലാസ് ഇല്ല. അത് പക്ഷേ ഇത് ന്യൂ ജനറേഷൻ ഇത് വരുന്നില്ല. പക്ഷെ ആ ഒരു മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ORVM വേറെ എന്തോ കസ്റ്റം സൈഡ് മിറർ ആണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ജോയിന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണല്ലേ? ഒറ്റ സിംഗിൾ പൈപ്പ് വൈബ്രേഷൻ ഉണ്ടാവും. നടുവിലൊരു ബാരിംഗ് കൊടുത്തിട്ട് അത് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും ഒരു അംബാസഡർ കാറിന് പോകുന്ന അതേ പെർഫോമൻസ്, സെയിം കംഫർട്ട് ഒക്കെ സെയിം ആണ്. കുറച്ചുകൂടി ലക്ഷറി ഉള്ളി TV, ഫ്രിഡ്ജ് ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉള്ള. ഓക്കെ. പക്ഷെ പവറും പിക്കപ്പും ഒക്കെ എങ്ങനെയാണ്? നോട്ട് ലൈക്ക് ഒരു ഞങ്ങളിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോൾ 100 ഒക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. ആണല്ലേ? ഹൈവേസിൽ 100 ഈസി ആയിട്ട് പോകുന്നുണ്ട്. ഒരു പ്രശ്നം ലാഗ് ഒന്നും വരുന്നില്ല അല്ലേ? ഓക്കെ. ഒരുപക്ഷെ ചേട്ടൻ്റെ അടുത്ത് ഉള്ളതിൽ ഏറ്റവും നീളം കൂടിയ എക്സാക്ട്ലി ഇംപാല ഓൾമോസ്റ്റ് ഇതിന്റെ ലെങ്ത് ഉണ്ടാവും. ആണോ? ഇംപാലക്ക് ഈ ലെങ്ത് ഉണ്ട്? അവിടെ ഫാക്ടറിയിലുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ ലെങ്ത് തന്നെ ഓൾമോസ്റ്റ് ഉണ്ട്. ഇംപാല പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ്. ഓണത്തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ആവും. നമ്മുടെ ഡിക്കി ഇവിടുന്ന് സ്റ്റാർട്ട് ആവും. അത്രയും ലെങ്തിയാണ്. അതെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടോറിംഗ്.